വെക്കുക? അവിടെയാണ് ആൾ രൂപം സൗമ്യ വെക്കും. ആൾ രൂപം വെക്കല്ല, രണ്ടും വെക്കും. എടുത്തിട്ട് എന്താ ചെയ്യുന്നത് ചേച്ചി? അല്ല ഞാൻ എടുക്കാം. ഞങ്ങളുടെ കണ്ട ആൾക്ക് ഇതെന്താ വേണ്ടത്? പോരെ കാലിന്റെ വേണം. ഞങ്ങൾക്ക് വേണ്ടി പറയല്ലേ. ഏതാ കൈ? ഞാൻ എടുക്കാം. കൈ ഒഞ്ചോടി എത്രയായി ഇത്? 40, 30, 60, 70, 80, 90, 100. അപ്പോൾ നമ്മൾ പുതുശ്ശേരിക്കാവിൽ വന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ മെയിനായിട്ടുള്ള വഴിപാട് ആൾ രൂപം, കൈ, കാല് വേദനകൾ ഒക്കെ മാറില്ലേ ചേച്ചി? എല്ലാം മാറിയിട്ട് നമ്മൾ ഇവിടെ വെക്കണം കേട്ടോ. അപ്പുറത്തൊരു അവിടെ അത് ക്ഷേത്രമാണ്. ഉമ്മാട്ട് ക്ഷേത്രം ഉണ്ട് കേട്ടോ. അവിടെ കൊണ്ട് നമ്മളിത് സമർപ്പിക്കണം. ഇവിടെ ഫുള്ളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതുശ്ശേരി വെടി ആവാറായി. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് വന്നതാണ്. നാളെ നല്ല തിരക്കുണ്ടാവില്ലേ? ശരി, പോവാ സൗ. ഓക്കെ. അപ്പോൾ പാലക്കാടിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഉത്സവമാണ് പാലക്കാട്ടിലെ പുതുശ്ശേരി വെടിയുടെ കേസ്. അപ്പോൾ ഈ വർഷത്തെ പുതുശ്ശേരി വെടി നടക്കുന്നത് 23/2/2026 കേട്ടോ. അതായത് വരുന്ന തിങ്കളാഴ്ച. പന്തല് അല്ലേ? പന്തലിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. വിനായകൻ എവിടെ നിന്നോട്ടാ, ഞാൻ പോയിട്ട് ഉപ്പ് വാങ്ങിട്ട് വരാം. അപ്പോൾ നമ്മുടെ പുതുശ്ശേരിക്കാവിലെ പ്രധാന വഴിപാടാണ് കേട്ടോ ഉപ്പ് സമർപ്പണം. അതെ, ഈ വേലയ്ക്ക് മാത്രം കേട്ടോ. പുതുശ്ശേരി വേല ഒക്കെ മാത്രം ചെയ്യുന്ന ഒരു വഴിപാടാണ് ഉപ്പ് അല്ലേ? അപ്പോൾ നമ്മൾ ഉപ്പ് വാങ്ങിയിട്ട് അതാ അവിടെയാണ് കൊണ്ട് വെക്കേണ്ടത്. കാണിച്ചു തരാട്ടെ കേസ്. അപ്പോൾ നമ്മുടെ പുതുശ്ശേരിക്കാവിലെ മെയിനായിട്ടുള്ള വഴിപാടാണ് ഉപ്പ് സമർപ്പണം. അത് വേലയ്ക്ക് മാത്രം കേട്ടോ. നമ്മുടെ ഈ പുതുശ്ശേരി വേലയ്ക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഉപ്പ് സമർപ്പിക്കാം കേട്ടോ. പുതുശ്ശേരി വെടി. കുട്ടി ഇത് നല്ല ഹൈറ്റ് ആകും. അത്രയാണ് കമ്പം നാട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിടുന്നാണ് ആ ചേച്ചി പറഞ്ഞത്. ഞാൻ എന്തിനാ അങ്ങനെ ഇടുന്നു ചോദിച്ചപ്പോൾ ഇവിടെ കമ്പം നാട്ടില്ലേ. ഇത് ഇവിടെ ഉപ്പ് ഇവിടെ ഇടണല്ലേ? അപ്പം നമ്മളും ഇങ്ങനെ ഉപ്പ് അവിടെ ഇതാക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഇത്രയല്ലേ നമ്മുടെ പുതുശ്ശേരി വെടി വേലയാകുമ്പോഴേക്കും നല്ല രീതിയിൽ ഹൈറ്റിൽ പൊന്തുണ്ടായി ഉപ്പ്. അപ്പോൾ ഒരുപാട് പേര് വളയും കാര്യങ്ങളും ഒക്കെ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പുതുശ്ശേരിക്കാവിലെ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഉപ്പ് അവിടെ കൊട്ടിയിട്ട് നമ്മുടെ നേർച്ചകളൊക്കെ അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ കേസ്. അപ്പോൾ അറിയണവരെന്തായാലും നമുക്ക് കമൻറ്റ് ചെയ്യുക. നമ്മുടെ പുതുശ്ശേരി വേലയുടെ സമയത്ത് ഇവിടെ കമ്പം നാട്ടിന് അതിലേക്ക് ഇടുന്ന ആ ഉപ്പാണ് കേട്ടോ. അപ്പോൾ എന്തിനങ്ങനെ ഇടണ് എന്നുള്ളത് അറിയണവരെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. പ്രാർത്ഥിച്ചിട്ട് നമ്മളവിടെ ഉപ്പ് സമർപ്പിക്കുകയാണ് കേട്ടോ. ഈ ചേച്ചിമാരൊക്കെ ചെയ്യുന്ന പോലെ ഞങ്ങളും ചെയ്തു.
അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ അമ്മമാർ ഇത് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കൈകാല് വേദനകളും നമുക്ക് തൊട്ടിലുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ സമർപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ നിൽക്കുന്ന ഈ ബാക്കിൽ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. അവിടെ പോയിട്ടാണ് നമ്മൾ ഇതൊക്കെ സമർപ്പിക്കേണ്ടത് കേട്ടോ, ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ വേക്കുറിശി അമ്മൻ്റെ അവിടെ വന്നിട്ടാണ് കേട്ടോ കൈകാല് മുട്ടുവേദന, കാലുവേദന, ദേഹമുട്ട് അതിനൊക്കെ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. രൂപങ്ങൾ, ഓരോ രൂപങ്ങൾ ഇതുപോലെ വെക്കാൻ വെച്ചിട്ടുണ്ടാവും. വാങ്ങിയിട്ട് ഇവിടെ കൊണ്ട് സമർപ്പിക്കണം കേട്ടോ കേസ്. കമ്പം കണ്ട കമ്പം. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലൊക്കെ തൊഴുതിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഒരു കുട്ടി അവിടെ ഇരുന്നിട്ട് മണ്ണപ്പം ഉണ്ടാക്കി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിതുപോലെയൊക്കെ ചെയ്തത് ആ ഓർമ്മകളൊക്കെ മനസ്സിലൂടെ കടന്നു വന്ന ഒരു നിമിഷമായിരുന്നു കേട്ടോ. അവിടെ വിൽക്കാൻ വന്നിരിക്കുന്ന അവരുടെ കുട്ടിയാണ്. ആ കുട്ടി അവിടെ ഇങ്ങനെ മണ്ണപ്പമൊക്കെ ചുട്ടിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കുറേ നേരം അവിടെ കണ്ടു നിന്നിട്ടാണ് കേസ് ഞങ്ങൾ പോയത്. വളരെ മനോഹരമായ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ നമുക്കിപ്പോൾ വിരളമാണല്ലോ കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതിൻ്റെ വീഡിയോസൊക്കെ അവിടെ എടുത്ത് നിന്നു. കുറേ നേരം അവിടെ നിന്ന് നോക്കിയിട്ടാണ് കേസ് ഞങ്ങൾ തിരിച്ചു പോണത്. വളരെയധികം സന്തോഷം തോന്നി.